ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ ഒന്നും കൂടെ വീഡിയോ ഇടാൻ പോവാണ്. അപ്പോൾ ലൈഫിൽ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായതുകൊണ്ട് ഞങ്ങളൊന്ന് ബാക്ക് ഔട്ട് ചെയ്തു. അപ്പോഴത്തേക്കും ഞങ്ങൾ അടിച്ചു പിരിഞ്ഞു എന്നും ഡൈവേഴ്സായെന്നൊക്കെ കുറിച്ച് കുറേ അപവാദങ്ങൾ പലരും അടിച്ചിറക്കി. അതിൽ മെയിൻ അടിച്ചിറക്കി അതെ, ദുബായിലൊരു അമ്മച്ചിയാണ്. അപ്പോൾ ആ അമ്മച്ചിയോടും ബാക്കിയുള്ളവരോടൊക്കെ പറയാനായിട്ട് ഇനി ഞങ്ങളെപ്പറ്റി ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കായികപരമായും നിയമപരമായും നേരിടുന്നതാണ്. ജസ്റ്റ് തമാശക്ക് പറഞ്ഞ കേട്ടോ. ശരിക്കും ഞങ്ങൾ ഇന്നൊരു ട്രിപ്പിന് വേണ്ടിയാണ്, ഒരു 2 ഡേയ്സ് ട്രിപ്പുള്ളൂ. ഡൽഹിയിലേക്കാണ്. നമ്മൾ എയർ ഏഷ്യയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതെ, പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനി ഡയറക്റ്റ് ഫ്ലൈറ്റിലോട്ട് കയറിയാൽ മതി. അപ്പം സമയത്താണ് ഞങ്ങൾ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കണം. അതെ, വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് എടുക്കുകയാണ്, പെട്ടെന്ന് എടുത്തിട്ട് പോകാനാണ്. അപ്പം ഞങ്ങൾ ഇന്ന് കുറച്ച് സ്ഥലങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലോട്ടൊക്കെ നിങ്ങളെ കൊണ്ടുപോകാം. എന്നാലും ഞങ്ങളുടെ ചാനലിൽ കുറേ നാൾ ഇനാക്റ്റീവായി കിടന്നപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെപ്പറ്റി അന്വേഷിച്ച എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് വന്നത് കണ്ടോ. എനിക്ക് മിഡിൽ സീറ്റാണ്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ റെഗുലേഷൻസ് പ്രകാരം മിഡിൽ സീറ്റ് ഉള്ളവർക്ക് ഈ ഗൗണും അതേപോലെ തന്നെ ഫേസ് മാസ്ക് എല്ലാവർക്കും മാൻഡേറ്ററി ആണെന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി ഫ്ലൈറ്റിൻ്റെ ഉള്ള കാഴ്ചകളാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി. ഫ്ലൈറ്റ് ഫുള്ളാണ്, ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഇതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പം എയർ ഏഷ്യ ഫ്ലൈറ്റാണ് ടു ഡൽഹി. ഡൽഹിയിൽ ഞങ്ങൾക്ക് കുറേ കാണാനൊക്കെ ഉണ്ട്, കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഫ്ലൈറ്റിൽ ഇപ്പോൾ ഒരു സുഖമില്ല കേട്ടോ. പണ്ടത്തെ പോലെ ഒരു കംഫേർട്ടില്ല. മിഡിൽ സീറ്റ് ആയതുകൊണ്ട് എനിക്ക് മാസ്കും അതേപോലെ തന്നെ ഈ ഗൗണും നമ്മൾ വെയർ ചെയ്യണമെന്ന് മാൻഡേറ്ററി ആണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഓവറോൾ ഞങ്ങൾ എൻജോയ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നു. അതെ, വിൻഡോ സീറ്റ് ആട്ടോ. ആഷ്ലിക്ക് വിൻഡോ സീറ്റ് ആട്ടോ. അതെ, 2 വിൻഡോ ഉണ്ട്. പിന്നെ ഫ്ലൈറ്റ് ഓൺ ടൈമാണെന്ന് തോന്നുന്നു. ഈ ആസ് ഓഫ് നൗ ഡിലേഡ് ഒന്നുമില്ല. പിന്നെ നമ്മൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ ഞങ്ങൾ എടുക്കാൻ പറ്റുന്ന ലെവലിൽ ക്യാമറാസൊക്കെ എങ്ങനെയാണെന്ന് അലൗഡഡ് ആണോ അതിൻ്റെ ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഞാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. തോന്നുന്നുണ്ടോ? പക്ഷെ ആ വെള്ളം ഇതെങ്ങനെ വന്നു? ഇതല്ലേ ആക്ച്വലി? യെസ്, ഇതന്നെ എടുക്ക്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കുറേ തപ്പി അവസാനം ഞങ്ങൾ KFC കണ്ടുപിടിച്ചു ഇവിടുത്തെ. ഇനി ഞങ്ങൾ ഇവിടുത്തെ KFCയിലോട്ട് പോവാണ്. എന്തെങ്കിലും ഫുഡ് കഴിക്കണം, നല്ല വിശപ്പാണ്. അപ്പോൾ KFC കണ്ടുപിടിച്ച് KFCയിലോട്ട് പോവാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ എറണാകുളം എയർപോർട്ട് പോലെ അല്ല കേട്ടോ, സിയാൽ പോലെ അല്ല. ഡൽഹി എയർപോർട്ട് അത്യാവശ്യം വലുതാണ് അല്ലേ ആഷ്ലി? അതെ, നടന്ന് മടുത്തു. നീ ഞാൻ പറയാനുള്ള നീ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ KFC കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ബേസിക്കലി ഫുഡ് കഴിക്കാൻ പോകുന്ന പറഞ്ഞപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അധികം ഹെവിയായിട്ട് കഴിക്കാത്തത് കൊണ്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വന്നേ. ഇവിടെ നമ്മൾ സിംഗർ ബോക്സ് ആണ് ഓർഡർ ചെയ്തത്, മീഡിയം. ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ക്യാബ് എടുത്ത് നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോകാൻ പറ്റാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഹോട്ടലിൽ ഇവിടുന്ന് 5 കിലോമീറ്റേഴ്സ് ഉള്ളൂ. പക്ഷേ ഡൽഹി എയർപോർട്ട് ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഭയങ്കര വലിയ എയർപോർട്ടാണ്, കുറേ ഉണ്ട് കാണാനായിട്ട്. ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വന്നത്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡാണിത്. ജസ്റ്റ് ഒരു സിംഗർ ബോക്സ് ഓർഡർ ചെയ്തോളൂ. എനിക്ക് വിശക്കലാന്ന് പറഞ്ഞു. ആഷ്ലിക്കാണ് വിശക്കുന്നത്. അപ്പോൾ അതെ, പെട്ടെന്ന് കിട്ടിട്ടോ. അതെ, ഇവിടെ വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ കിട്ടിട്ടോ ഗൈസ്. അങ്ങനെ ടാക്സിക്കാരൻ തേച്ചു ഞങ്ങളെ. ടാക്സിക്കാരൻ എയറോസിറ്റി എന്ന് പറഞ്ഞ് എയറോസിറ്റി കൊണ്ടുവിട്ടു. നോട്ടൽ തപ്പി തെണ്ടിത്തിരിയാണ്. നോട്ടൽ എവിടെയാണെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല. നിനക്കറിയോടി? എന്നാൽ പിന്നെ ഇങ്ങനെ ചോദിച്ച് പോവാം.
അതെ പടക്കോളൂ ഇതേ കാരണം ഹോളിഡേന്നാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ ഐബിസ്. ഹോളിഡേ അതിൻ്റെ അപ്പുറത്തേതാ? അപ്പുറത്തേക്ക് വായിക്കുന്നില്ല. ഇത് ഇപ്പുറത്തെ ബിൽഡിംഗ് അത് ഹോളിഡേൻ്റെ തന്നെ ആയിരിക്കും അല്ലേ? എന്തായാലും തീരുമാനമായിട്ടുണ്ട്. ഞങ്ങൾ തപ്പി ഇറങ്ങിയേക്കാണ്. എവിടെയാണ് പോകേണ്ടത്, എങ്ങോട്ടാ ഡയറക്ഷൻ എന്നല്ല. ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ ഇത് തന്നെയാണെന്നാണ് പറഞ്ഞത്. മൊത്തം ഒരു മുഞ്ചസി ആയിപ്പോയി. ടാക്സിക്കാരൻ തേച്ച് ഒട്ടിച്ചു. അയാൾ ടാക്സി 2 പേരെ കയറ്റി, ഞങ്ങളെ വേറൊരു പുള്ളീനെയും കയറ്റി. എന്നിട്ട് ഞങ്ങളെ പകുതിക്ക് വെച്ച് ഇതാണ് ഹോട്ടൽ കൂടെ നടന്നത് എന്ന് പറഞ്ഞ് ഇവിടെ ഇറക്കി വിട്ടിട്ട് അയാൾ മറ്റേ പുള്ളീനെ കൊണ്ടുവിടാൻ പോയി. ഹോട്ടല് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല, നല്ല ദൂരമുണ്ട്. അവർ നമ്മളെ മൂഞ്ചിച്ചു. തേച്ചു എന്ന് പറഞ്ഞാൽ പറയാം, മൂഞ്ചിച്ചു. അൾട്ടിമേറ്റ് മൂഞ്ചിക്കില്ല. ആദ്യമൊക്കെ ഈ പറയണേ എന്താ പറഞ്ഞേ, ഇങ്ങനെ ഗോപ്രോയും പിടിച്ചുകൊണ്ട് നടക്കും ഭയങ്കര നാണമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് തുടങ്ങും. ഇപ്പം എന്താ പറഞ്ഞേ, ചെയ്ത് അത് ശീലമായി അല്ലേ? ഇപ്പം നാണമൊന്നുമില്ല. ഇപ്പം അൾട്ടിമേറ്റ്ലി ഒന്നും നോക്കുന്നില്ല, നേരെ സെറ്റാക്കാണ്. ഞങ്ങളൊരു പുള്ളി വിളിച്ചുകൊണ്ട് പോവാണ്. ഇത് കിട്ടിയപ്പം നല്ല ആളാട്ടോ. ഞങ്ങളെ കൈ കൂപ്പിയൊക്കെയാണ് പുള്ളി എന്താ പറഞ്ഞ സ്വീകരിച്ചത്. നല്ല ആറ്റിറ്റ്യൂഡായിരുന്നു. ഞങ്ങളതിൻ്റെ റിസപ്ഷനിലോട്ട് പോവാണ്. താങ്ക് യു. ഞാൻ സെറ്റപ്പായിരുന്നു. ബാഗൊക്കെ ചെക്കിനൊക്കെ കഴിഞ്ഞ് പോന്നു. ഞങ്ങൾ ഇതായും പിടിക്കും.